Hi, I'm Shamir. Welcome back. Learn English through stories. Listening stories is a good way to learn English. This is not a wrong way to learn English. If you want to speak English, you have to practice. Unless you practice, you cannot speak English. I'm sure that this video will help you to learn English. Hi everyone, this is the story of a poor boy. പൂവർ എന്നാൽ പാവപ്പെട്ട. ഇതൊരു പാവപ്പെട്ട ആൺകുട്ടിയുടെ കഥയാണ്. ആ ആൺകുട്ടി പ്രൂവ്ഡ്. പ്രൂവ് എന്നാൽ തെളിയിക്കുക എന്നുള്ള അർത്ഥം. പ്രൂവ്ഡ് തെളിയിച്ചു ദാറ്റ് നത്തിങ് ഈസ് ഇമ്പോസിബിൾ. ഇമ്പോസിബിൾ എന്നാൽ അസാധ്യമായ, നത്തിങ് എന്നാൽ ഒന്നുമില്ല. ഒന്നും അസാധ്യമല്ലെന്ന് തൻ്റെ ജീവിതത്തിലൂടെ തെളിയിച്ച ഒരു ദരിദ്ര ബാലൻ്റെ കഥയാണ് ഈ കഥ. ആദം വാസ് എ പുവർ ബോയ്. ആദം ഒരു പാവപ്പെട്ട ബാലനായിരുന്നു. ഹു ലിവ്ഡ് അവൻ ജീവിച്ചിരുന്നത് വിത്ത് ഹിസ് മദർ ഇൻ എ സ്മോൾ വില്ലേജ്. ഒരു ചെറിയ ഗ്രാമത്തിൽ അവൻ്റെ അമ്മയുടെ കൂടെയായിരുന്നു ആദം ജീവിച്ചിരുന്നത്. ഹിസ് ഫാദർ അവൻ്റെ അച്ഛൻ ഹാഡ് ഡൈഡ് മരണപ്പെട്ടു പോയിരുന്നു. ആ സമയത്ത് ഹി വാസ് വെരി യങ് അവന് വളരെ ചെറുപ്പമായിരുന്നപ്പോൾ അവൻ്റെ അച്ഛൻ മരിച്ചു പോയിരുന്നു. ഹിസ് മദർ അവൻ്റെ അമ്മ വർക്ക്ഡ് ജോലി ചെയ്തു. വർക്ക്ഡ് ഹാർഡ് കഠിനമായി ജോലി ചെയ്തു. എവറി ഡേ എല്ലാ ദിവസവും. വാഷിംഗ് ക്ലോത്ത്സ് ടു ഏൺ എ ലിറ്റിൽ മണി. ലിറ്റിൽ മണി എന്നാൽ കുറച്ച് പണം, ഏൺ എന്നാൽ സമ്പാദിക്കുക. വാഷിംഗ് ക്ലോത്ത്സ് എന്നാൽ വസ്ത്രങ്ങൾ വൃത്തിയാക്കൽ. അല്പം പണം സമ്പാദിക്കാൻ അവൻ്റെ അമ്മ ദിവസവും വസ്ത്രങ്ങൾ അലക്കി കഠിനമായി ജോലി ചെയ്തു. സം ഡേയ്സ് ചില ദിവസങ്ങളിൽ അവർക്ക് ഉണ്ടായിരുന്നത് ഓൺലി വൺ മീൽ. ചില ദിവസങ്ങളിൽ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ. എന്നാൽ ഷീ ഓൾവേസ് സ്മൈൽഡ് ആൻഡ് സേഡ്. എന്നാൽ അവൻ്റെ അമ്മ എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് പറയുമായിരുന്നു നെവർ ലൂസ് ഹോപ്പ്. ലൂസ് എന്നാൽ നഷ്ടപ്പെടുത്തുക. നെവർ ലൂസ് ഹോപ്പ് ഒരിക്കലും പ്രതീക്ഷ നഷ്ടപ്പെടുത്തരുത്. വൺ ഡേ ഒരു ദിവസം യുവർ ഹാർഡ് വർക്ക് നിൻ്റെ കഠിനാധ്വാനം വിൽ ചേഞ്ച് മാറ്റിമറിക്കും യുവർ ലൈഫ് നിൻ്റെ ജീവിതം. ഒരു ദിവസം നിൻ്റെ ജീവിതം മാറ്റിമറിക്കും. നിൻ്റെ കഠിനാധ്വാനം മാറ്റിമറിക്കും. ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത്, നഷ്ടപ്പെടുത്തരുത് എന്ന് അവൻ്റെ അമ്മ എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് പറയുമായിരുന്നു. ആദം ഹാഡ് വൺ ഡ്രീം. ആദമിന് ഒരു സ്വപ്നം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആദം ഹാഡ് എന്നാൽ ആദമിന് ഉണ്ടായിരുന്നത്. വൺ ഡ്രീം ഒരു സ്വപ്നമായിരുന്നു അവന് ഉണ്ടായിരുന്നത്. ഹി വാണ്ടഡ് ടു ബിക്കം അവന് ആയിത്തീരണമായിരുന്നു. ബിക്കം എന്നാൽ ആയിത്തീരുക. ഹി വാണ്ടഡ് ടു ബിക്കം അവന് ആയിത്തീരണമായിരുന്നു. എ ഡോക്ടർ ഒരു ഡോക്ടർ ആയിത്തീരണമായിരുന്നു. ആൻഡ് ഹെൽപ്പ് പുവർ പീപ്പിൾ ഒരു ഡോക്ടറായി പാവപ്പെട്ട ആളുകളെ അവന് സഹായിക്കണമായിരുന്നു. അതായിരുന്നു അവൻ്റെ ആഗ്രഹം. എന്നാൽ എവ്രി വൺ എല്ലാവരും ലാഫ്ഡ് അറ്റ് ഹിം. ലാഫ് എന്നാൽ പരിഹസിക്കുക. എന്നാൽ എല്ലാവരും അവനെ പരിഹസിച്ചിരുന്നു. യു ആർ ടു പുവർ നീ വളരെ ദരിദ്രനാണ്. യു വിൽ നെവർ ബിക്കം എ ഡോക്ടർ നീ ഒരിക്കലും ഒരു ഡോക്ടറായിത്തീരുകയില്ല. നീ വളരെ ദരിദ്രനാണ്. ഇത് പറഞ്ഞുകൊണ്ട് ആളുകൾ അവനെ പരിഹസിക്കുമായിരുന്നു. സ്റ്റോപ്പ് ഡ്രീമിങ് സ്വപ്നം ഉപേക്ഷിക്കുക. സ്വപ്നം കാണുന്നത്, ഭാവി ജീവിതത്തെക്കുറിച്ച് സ്വപ്നം കാണുന്നത് നിർത്തുക. ദയർ വേർഡ്സ് അവരുടെ ഈ വാക്കുകൾ, ദയർ വേർഡ്സ് ആളുകളുടെ വാക്കുകൾ ബ്രോക്ക് ഹിസ് ഹാർട്ട് അവൻ്റെ ഹൃദയത്തെ വേദനിപ്പിച്ചു, അവൻ്റെ മനസ്സിനെ തകർത്തു. എന്നാൽ ദേ കുഡ് നോട്ട് അവകൾക്ക് സാധിച്ചില്ല, ആളുകളുടെ വാക്കുകൾക്ക് സാധിച്ചില്ല. ബ്രേക്ക് ഹിസ് സ്പിരിറ്റ് എന്നാൽ ഉത്സാഹം, മനോഭാവം, ആത്മാവ് ഇതൊക്കെയാണ് അർത്ഥം. എന്നാൽ ജനങ്ങൾക്ക് അവൻ്റെ ആത്മാവിനെ തകർക്കാൻ സാധിച്ചില്ല. ദേ കുഡ് നോട്ട് എന്നാൽ അവർക്ക് സാധിച്ചില്ല, ആളുകൾക്ക്, ജനങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ വാക്കുകൾക്ക് ഇതൊക്കെയാണ് അർത്ഥം. അവരുടെ വാക്കുകൾക്ക് അവൻ്റെ മനസ്സിനെ തകർക്കാൻ സാധിച്ചില്ല, അവൻ്റെ ആത്മാവിനെ തകർക്കാൻ സാധിച്ചില്ല. എവ്രി മോർണിംഗ് എല്ലാ ദിവസവും രാവിലെ ആദം വെൻറ്റ് ടു സ്കൂൾ ആദം സ്കൂളിലേക്ക് പോയി. എല്ലാ ദിവസവും രാവിലെ ആദം സ്കൂളിലേക്ക് പോയി. വെൻറ്റ് എന്നാൽ പോയി. എവ്രി ആഫ്റ്റർനൂൺ എല്ലാ ദിവസവും ഉച്ച തിരിഞ്ഞതിന് ശേഷം ഹി വർക്ക്ഡ് അവൻ ജോലി ചെയ്തിരുന്നു. ഇൻ എ സ്മോൾ ഷോപ്പ് ഒരു ചെറിയ കടയിൽ അവൻ ജോലി ചെയ്തിരുന്നു. ടു ഹെൽപ്പ് ഹിസ് മദർ അമ്മയെ സഹായിക്കാനായി അവൻ ഒരു ചെറിയ കടയിൽ ജോലി ചെയ്തു. ഹി വർക്ക്ഡ് ഇൻ എ സ്മോൾ ഷോപ്പ് ടു ഹെൽപ്പ് ഹിസ് മദർ. അറ്റ് നൈറ്റ് രാത്രിയിൽ ഹി സ്റ്റഡീഡ് അവൻ പഠിച്ചിരുന്നു. അണ്ടർ എ സ്ട്രീറ്റ് ലൈറ്റ്
അണ്ടർ എന്നാൽ താഴെ. സ്ട്രീറ്റ് ലൈറ്റ് എന്നാൽ തെരുവ് വിളക്ക്. രാത്രിയിൽ ഒരു തെരുവ് വിളക്കിൻ്റെ താഴെ ഇരുന്നു കൊണ്ട് അവൻ പഠിച്ചിരുന്നു. ബിക്കോസ് കാരണം ദർ വാസ് നോ ഇല്ലായിരുന്നു. ദർ വാസ് നോ ഇലക്ട്രിസിറ്റി അവിടെ വൈദ്യുതി ഇല്ലായിരുന്നു. ഇൻ ഹിസ് ഹൗസ് അവൻ്റെ വീട്ടിൽ വൈദ്യുതി ഇല്ലായിരുന്നു. അതുകൊണ്ട് ഒരു തെരുവ് വിളക്കിൻ്റെ താഴെ ഇരുന്നു കൊണ്ട് രാത്രിയിൽ അവൻ പഠിച്ചിരുന്നു. മെനി ടൈംസ് ഒരുപാട് പ്രാവശ്യം ഹി ഫെൽറ്റ് ടയേർഡ് അവന് മടുപ്പ് തോന്നി, അവന് ക്ഷീണം തോന്നി, അല്ലെങ്കിൽ അവന് മടുപ്പ് തോന്നി, ഇതൊക്കെയാണ് അർത്ഥം. ഹി ഫെൽറ്റ് ടയേർഡ്. മെനി ടൈംസ് ഹി വാണ്ടഡ് ടു ക്വിറ്റ്. ക്വിറ്റ് എന്നാൽ ഉപേക്ഷിക്കുക എന്നുള്ള അർത്ഥം, നിർത്തിക്കളയുക. ഒരുപാട് തവണ അവന് ക്ഷീണം അനുഭവപ്പെട്ടു. പല തവണയും എല്ലാം മതിയാക്കി പിന്മാറണമെന്ന് അവന് തോന്നിയിരുന്നു. ബട്ട് എന്നാൽ എവറി ടൈം എല്ലാ സമയത്തും, അവന് തോന്നുന്ന എല്ലാ സമയത്തും ഹി ലുക്ക്ഡ് അറ്റ് ഹിസ് മദർ അവൻ അവൻ്റെ അമ്മയെ നോക്കിയിരുന്നു. ഹി റിമെമ്പേർഡ് ആ സമയത്ത് ഹി റിമെമ്പേർഡ് അവൻ ഓർമ്മിച്ചു. ഹെർ വേർഡ്സ് അമ്മയുടെ വാക്കുകൾ അവൻ ഓർമ്മിച്ചിരുന്നു. നെവർ ഗിവ് അപ്പ് ഒരിക്കലും ഉപേക്ഷിക്കരുത്, ഒരിക്കലും പ്രയത്നം കൈവിടരുത്, പ്രതീക്ഷ കൈവിടരുത്. ഇയേഴ്സ് പാസ്റ്റ് വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി. ആദം ഫെയിൽഡ് ആദം പരാജയപ്പെട്ടു. എൻ ഇമ്പോർട്ടൻറ്റ് എക്സാം ഒരു പ്രധാനപ്പെട്ട ഒരു പരീക്ഷയിൽ ആദം പരാജയപ്പെട്ടു. ഫെയിൽഡ് എന്നാൽ പരാജയപ്പെട്ടു. ഹി ക്രൈഡ് ഓൾ നൈറ്റ് രാത്രി മുഴുവൻ അവൻ കരഞ്ഞു. ദ നെക്സ്റ്റ് മോർണിംഗ് അടുത്ത ദിവസം രാവിലെ ഹിസ് മദർ അവൻ്റെ അമ്മ പ്ലേസ്ഡ് പ്ലേസ് എന്നാൽ ഇവിടെ വയ്ക്കുക എന്നുള്ള അർത്ഥമാണ്. ഹിസ് മദർ പ്ലേസ്ഡ് അവൻ്റെ അമ്മ വച്ചു. ഹെർ ഹാൻഡ് അവളുടെ കൈ വച്ചു. ഓൺ ഹിസ് ഷോൾഡർ ആൻഡ് സെഡ് പിറ്റേന്ന് രാവിലെ അമ്മ അവൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, ഫെയിലിയർ ഈസ് നോട്ട് ദി എൻഡ് എൻഡ് എന്നാൽ അവസാനം, ഫെയിലിയർ എന്നാൽ പരാജയം, പരാജയം അവസാനമല്ല. ഇറ്റ് ഈസ് ദ ബിഗിനിങ് ഓഫ് എ സ്ട്രോങ്ങർ യു ബിഗിനിങ് എന്നാൽ തുടക്കം, ആരംഭം. സ്ട്രോങ്ങർ എന്നാൽ ശക്തിയുള്ളവനായ, അത് കൂടുതൽ ശക്തനായ നിന്നിലേക്കുള്ള തുടക്കമാണ്. ദോസ് വേർഡ്സ് ആ വാക്കുകൾ, അമ്മയുടെ ആ വാക്കുകൾ ഗേവ് ഹിം അവന് നൽകി ന്യൂ സ്ട്രെങ്ത് അമ്മയുടെ ആ വാക്കുകൾ അവനൊരു പുതിയ ബലം നൽകി, പുതിയ കരുത്ത് നൽകി. ഈ സ്റ്റഡീഡ് ഹാർഡർ അവൻ കഠിനമായി പഠിച്ചു. ദാൻ എവർ ബിഫോർ മുമ്പെങ്ങും ഇല്ലാത്ത വിധം അവൻ കൂടുതൽ കഠിനമായി പഠിച്ചു, അവൻ കൂടുതൽ പരിശ്രമിച്ച് പഠിച്ചു. വൺ ഡേ ഒരു ദിവസം എ ലെറ്റർ അറൈവ്ഡ് ലെറ്റർ എന്നാൽ കത്ത്, ഒരു ദിവസം ഒരു കത്ത് വന്നെത്തി. അറൈവ്ഡ് എന്നാൽ വന്നെത്തി. ഹിസ് ഹാൻഡ്സ് അവൻ്റെ കൈകൾ, ഹിസ് ഹാൻഡ്സ് വർ ഷേക്കിംഗ് ആസ് ഹി ഓപ്പൺഡ് ഇറ്റ് ആസ് ഹി ഓപ്പൺഡ് ഇറ്റ് എന്നാൽ അവൻ തുറന്ന സമയത്ത്, ആ കത്ത് തുറന്ന സമയത്ത്, ആ കത്ത് അവൻ തുറന്ന സമയത്ത് അവൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഹിസ് ഐസ് അവൻ്റെ കണ്ണുകൾ ഫിൽഡ് വിത്ത് ടിയേഴ്സ് കണ്ണുനീർ കൊണ്ട് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഹി ഹാഡ് റിസീവ്ഡ് അവന് ലഭിച്ചിട്ടുണ്ടായിരുന്നു എ ഫുൾ സ്കോളർഷിപ്പ് ടു സ്റ്റഡി മെഡിസിൻ സ്കോളർഷിപ്പ് എന്നാൽ പഠനത്തിനായി ലഭിക്കുന്ന വേതനം. വൈദ്യശാസ്ത്രം പഠിക്കാൻ അവന് പൂർണ്ണ സ്കോളർഷിപ്പ് ലഭിച്ചു. ഹിസ് മദർ അവൻ്റെ അമ്മ ഹഗ്ഡ് ഹിം ഹഗ് എന്നാൽ കെട്ടിപ്പിടിക്കുക, അവൻ്റെ അമ്മ അവനെ കെട്ടിപ്പിടിച്ചു. ആൻഡ് ബോത്ത് ഓഫ് ദം അവർ രണ്ടുപേരും, ബോത്ത് എന്നാൽ രണ്ടും, ആൻഡ് ബോത്ത് ഓഫ് ദം അവർ രണ്ടുപേരും ക്രൈഡ് കരഞ്ഞു. ക്രൈഡ് വിത്ത് ഹാപ്പിനെസ് ഹാപ്പിനെസ് എന്നാൽ സന്തോഷം, വിത്ത് ഹാപ്പിനെസ് എന്നാൽ സന്തോഷം കൊണ്ട്, സന്തോഷം കൊണ്ട് അവർ രണ്ടുപേരും കരഞ്ഞു. ഇയേഴ്സ് ലേറ്റർ വർഷങ്ങൾക്ക് ശേഷം ആദം ബിക്കെയിം ആദം ആയിത്തീർന്നു. ആദം ബിക്കെയിം എ ഡോക്ടർ വർഷങ്ങൾക്ക് ശേഷം ആദം ഒരു ഡോക്ടറായി തീർന്നു. ഹി റിട്ടേൺഡ് അവൻ തിരിച്ചു പോയി. ടു ഹിസ് വില്ലേജ് അവൻ്റെ ഗ്രാമത്തിലേക്ക് അവൻ തിരിച്ചു പോയി. ആൻഡ് ഓപ്പൺഡ് എ സ്മോൾ ക്ലിനിക് ഫോർ പുവർ പീപ്പിൾ ഫോർ പുവർ പീപ്പിൾ എന്നാൽ പാവപ്പെട്ട ജനങ്ങൾക്കു വേണ്ടി. അവൻ അവൻ്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോയി. പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് അവനൊരു ക്ലിനിക്ക് തുറന്നു. ഇഫ് സമ്മൺ കുഡ് നോട്ട് പേ ചികിത്സയ്ക്കുള്ള പണം ആർക്കെങ്കിലും അടക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഇഫ് സമ്മൺ കുഡ് നോട്ട് പേ ആർക്കെങ്കിലും ചികിത്സയ്ക്കുള്ള പണം അടക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, അത്തരം ആളുകളെ ഹി ട്രീറ്റഡ് അവൻ ചികിത്സിച്ചിരുന്നു. ഹി ട്രീറ്റഡ് ദം ഫോർ ഫ്രീ ഫ്രീ ആയിട്ട് പണമൊന്നും വാങ്ങാതെ അവൻ അത്തരം ആളുകളെ, പാവപ്പെട്ട ആളുകളെ ചികിത്സിച്ചിരുന്നു. വൺ ആഫ്റ്റർനൂൺ ഒരു ദിവസം ഉച്ചതിരിഞ്ഞുള്ള സമയം, ആൻ ഓൾഡ് മാൻ ഒരു പ്രായമായ പുരുഷൻ കെയിം വന്നു. കെയിം ടു ദ ക്ലിനിക് ഒരു പ്രായമായ മനുഷ്യൻ ഒരു ദിവസം ഉച്ചതിരിഞ്ഞതിന് ശേഷം ക്ലിനിക്കിലേക്ക് വന്നു. ഇറ്റ് വാസ് ദ സെയിം മാൻ
അത് അതേ പുരുഷനായിരുന്നു. ഹു ആ വ്യക്തി ഹു ഹാഡ് വൺസ് എന്നാൽ ഒരിക്കൽ ലാഫ്ഡ് അറ്റ് ആദം ആൻഡ് ടോൾഡ് ഹിം ടു സ്റ്റോപ്പ് ഡ്രീമിങ്. ടോൾഡ് ഹിം എന്നാൽ അവനോട് പറഞ്ഞ, ആദമിനോട് പറഞ്ഞ. വൺസ് ലാഫ്ഡ് എന്നാൽ ഒരിക്കൽ പരിഹസിച്ചിരുന്ന. ടോൾഡ് ഹിം ടു സ്റ്റോപ്പ് ഡ്രീമിങ് എന്നാൽ അവനോട് സ്വപ്നം കാണുന്നത് നിർത്താൻ പറഞ്ഞിരുന്ന. ഡോക്ടർ ആവുക എന്നുള്ള അവൻ്റെ സ്വപ്നത്തെ അവസാനിപ്പിക്കാൻ പറഞ്ഞിരുന്ന അതേ വ്യക്തിയായിരുന്നു അത്. ഒരിക്കൽ ആദമിനെ പരിഹസിക്കുകയും സ്വപ്നം കാണുന്നത് നിർത്താൻ പറയുകയും ചെയ്ത അതേ വ്യക്തിയായിരുന്നു അത്. ദി ഓൾഡ് മാൻ ആ പ്രായമായ മനുഷ്യൻ ലുക്ക് ഡൗൺ ആൻഡ് സെഡ് ആ പ്രായമായ മനുഷ്യൻ താഴേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. സെഡ് എന്നാൽ പറഞ്ഞു, ലുക്ക് ഡൗൺ എന്നാൽ താഴേക്ക് നോക്കി. ഐ വാസ് റോങ് എനിക്ക് തെറ്റുപറ്റി, ഞാൻ ചെയ്തത് തെറ്റായിരുന്നു. പ്ലീസ് ഫോർഗീവ് മീ ഫോർഗീവ് എന്നാൽ മാപ്പ് നൽകുക, ദയവായി എനിക്ക് മാപ്പ് നൽകൂ. ആദം സ്മൈൽഡ് ആൻഡ് റിപ്ലൈഡ് ആദം പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. കൈൻഡ്നസ് ഈസ് ഗ്രേറ്റർ ദാൻ റിവെഞ്ച് കൈൻഡ്നസ് എന്നാൽ ദയാലുത്വം, ഗ്രേറ്റർ എന്നാൽ മഹനീയമായ, റിവെഞ്ച് എന്നാൽ പ്രതികാരം, പക. പ്രതികാരത്തേക്കാൾ മഹത്തരമായത് കരുണയാണ്. ഐ ഫോർഗിവ് യു ഞാൻ നിങ്ങൾക്ക് മാപ്പ് നൽകുന്നു. ദി ഓൾഡ് മാൻ ആ പ്രായമായ മനുഷ്യൻ ലെഫ്റ്റ് വിത്ത് ടിയേഴ്സ് ഇൻ ഹിസ് ഐസ് ലെഫ്റ്റ് എന്നാൽ അവിടം വിട്ടുപോയി, കണ്ണുനീരോടെ അദ്ദേഹം അവിടം വിട്ടുപോയി. ദാറ്റ് ഈവനിങ് അന്ന് വൈകുന്നേരം ആദം സ്റ്റുഡ് ഔട്ട്സൈഡ് ആദം പുറത്തു നിന്നു. സ്റ്റുഡ് എന്നാൽ നിന്നു. സ്റ്റുഡ് ഔട്ട്സൈഡ് ഹിസ് ക്ലിനിക് ആൻഡ് ലുക്ക്ഡ് അറ്റ് ദ സ്കൈ ലുക്ക്ഡ് അറ്റ് ദ സ്കൈ എന്നാൽ ആകാശത്തേക്ക് നോക്കി. അന്ന് വൈകുന്നേരം ആദം തൻ്റെ ക്ലിനിക്കിന് പുറത്തു നിന്നുകൊണ്ട് ആകാശത്തേക്ക് നോക്കി. ഹി സ്മൈൽഡ് അവൻ പുഞ്ചിരിച്ചു. ബിക്കോസ് കാരണം ഹി ഹാഡ് ലേൺഡ് അവൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. വൺ ഇമ്പോർട്ടൻ്റ് ലെസൺ ഒരു പ്രധാനപ്പെട്ട ഒരു പാഠം അവൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. യുവർ സിറ്റുവേഷൻ നിങ്ങളുടെ സാഹചര്യം ഡസ് നോട്ട് ഡിസൈഡ് തീരുമാനിക്കുന്നില്ല. ഡിസൈഡ് എന്നാൽ തീരുമാനിക്കുക. ഡസ് നോട്ട് ഡിസൈഡ് തീരുമാനിക്കുന്നില്ല. യുവർ ഫ്യൂച്ചർ എന്നാൽ നിങ്ങളുടെ ഭാവി. നിങ്ങളുടെ സാഹചര്യം നിങ്ങളുടെ ഭാവിയെ തീരുമാനിക്കുന്നില്ല. യുവർ കറേജ് നിങ്ങളുടെ ധൈര്യം. യുവർ ഹാർഡ് വർക്ക് നിങ്ങളുടെ കഠിനാധ്വാനം. ആൻഡ് യുവർ ഫെയ്ത്ത് എന്നാൽ വിശ്വാസം, നിങ്ങളുടെ വിശ്വാസം. ഡു എന്നാൽ ഇവിടെ തീരുമാനിക്കുന്നത് എന്നുള്ള അർത്ഥമാണ്. നിങ്ങളുടെ ഇന്നത്തെ സാഹചര്യം നിങ്ങളുടെ ഭാവിയെ തീരുമാനിക്കുന്നില്ല, നിങ്ങളുടെ ഭാവിയെ നിർണ്ണയിക്കുന്നില്ല. നിങ്ങളുടെ ധൈര്യവും കഠിനാധ്വാനവും വിശ്വാസവുമാണ് നിങ്ങളുടെ ഭാവിയെ തീരുമാനിക്കുന്നത്. നിങ്ങൾ ഇന്ന് ഏത് സാഹചര്യത്തിലാണെന്നത് നിങ്ങളുടെ ഭാവിയെ തീരുമാനിക്കുന്നില്ല. നിങ്ങളുടെ ധൈര്യവും കഠിനാധ്വാനവും അചഞ്ചലമായ വിശ്വാസവുമാണ് നിങ്ങളുടെ ഭാവിയെ രൂപപ്പെടുത്തുന്നത്. മോറൽ ഓഫ് ദ സ്റ്റോറി ഈ കഥയിൽ നിന്നും പഠിക്കാനുള്ള പാഠം നെവർ ലെറ്റ് ഒരിക്കലും അനുവദിക്കരുത്. ലെറ്റ് എന്നാൽ അനുവദിക്കുക. നെവർ ലെറ്റ് ഒരിക്കലും അനുവദിക്കരുത്. പോവേർട്ടി ഫെയിലിയർ ഓർ അതർ പീപ്പിൾസ് വേർഡ്സ് ടു സ്റ്റോപ്പ് യു. പോവേർട്ടി എന്നാൽ ദാരിദ്ര്യം, ഫെയിലിയർ എന്നാൽ പരാജയം, അതർ പീപ്പിൾസ് വേർഡ്സ് എന്നാൽ മറ്റുള്ളവരുടെ വാക്കുകൾ, സ്റ്റോപ്പ് യു എന്നാൽ നിങ്ങളെ തടയാൻ. ദാരിദ്ര്യമോ പരാജയമോ മറ്റുള്ളവരുടെ വാക്കുകളോ ഒരിക്കലും നിങ്ങളെ തടയാൻ അനുവദിക്കരുത്. ദാരിദ്ര്യവും പരാജയവും മറ്റുള്ളവരുടെ നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകളും നിങ്ങളുടെ യാത്രയെ തടയാൻ ഒരിക്കലും അനുവദിക്കരുത്. ബിലീവ് ഇൻ യുവർ സെൽഫ് നിങ്ങളിൽ വിശ്വസിക്കുക. ബിലീവ് എന്നാൽ വിശ്വസിക്കുക, സ്വന്തം കഴിവിൽ വിശ്വസിക്കുക. വർക്ക് ഹാർഡ് കഠിനമായി പ്രയത്നിക്കുക. ആൻഡ് നെവർ ഗിവ് അപ്പ് ഒരിക്കലും ഉപേക്ഷിക്കരുത്. നിങ്ങളുടെ പ്രയത്നം ഒരിക്കലും കൈവിടരുത്, പ്രതീക്ഷ കൈവിടരുത്. അങ്ങനെയാണെങ്കിൽ വൺ ഡേ ഒരു ദിവസം യുവർ സ്റ്റോറി വിൽ ഇൻസ്പയർ സംവൺ എൽസ്. ഇൻസ്പയർ എന്നാൽ അർത്ഥം പ്രചോദിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ്. പ്രോത്സാഹിപ്പിക്കുക, പ്രേരകമായിരിക്കുക. സംവൺ എൽസ് എന്നാൽ മറ്റൊരു വ്യക്തിക്ക്, മറ്റേതെങ്കിലും വ്യക്തിക്ക്. ഒരു ദിവസം നിങ്ങളുടെ കഥ മറ്റൊരാൾക്ക് പ്രചോദനമാകും. ദാരിദ്ര്യമോ പരാജയമോ മറ്റുള്ളവരുടെ വാക്കുകളെയോ ഒരിക്കലും നിങ്ങളെ തടയാൻ അനുവദിക്കരുത്. സ്വയം വിശ്വസിക്കുക, കഠിനാധ്വാനം ചെയ്യുക, ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത്. ഒരു ദിവസം നിങ്ങളുടെ ജീവിതകഥ മറ്റൊരാൾക്ക് പ്രചോദനമാകും.